ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഈ വചന കേൾവിക്കായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. विभिन्न स्थानों से जो आज हमारे बीच हमारे साथ मौजूद है इस वीडियो में, उनको सबको प्रभु यीशु मसीह के नाम से हम अभिनंदन करते हैं. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. हम लोग आंखें बंद करेंगे, प्रार्थना करेंगे. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽക്കാലത്തെ ഓർത്ത് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. सभी शांति के जो स्रोत है हमारे प्रभु यीशु मसीह, इस सुंदर दोपहर के लिए आपका धन्यवाद हो जो आपने हमें दिया है. കർത്താവേ, നീ ലോകത്തിന്റെ വെളിച്ചമായിരിക്കാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നതായ ഈ അന്ധകാരത്തെ, ഈ കൊറോണ വൈറസിനെ, COVID-19 എത്രയും വേഗം ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु, आप इस संसार की ज्योति हैं और ये जो कोरोना वायरस का अंधकार छाया हुआ है इस भूमि पर, इसे आप अपनी ज्योति से चीर कर इसे हटा दीजिए हमसे. കർത്താവേ, നിന്റെ വചനത്തിന് മുന്നിൽ ഞങ്ങൾ ആയിരിക്കുന്നു. വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ക്രിയ ചെയ്യുമാറാകണം. വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണം. ഈ വചനം ഞങ്ങൾക്ക് ഒരു മാറ്റത്തെ കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु, हमारी सहायता करिए ताकि जब कि हम आपके वचन से मनन करते हैं, आपका वचन हमारी सहायता करे कि हमारी जिंदगी एकदम बदल जाए, रूपांतरण प्राप्त करे और हम में बहुत बड़ा बदलाव आ सके, हम आशीष पा सके. നിന്റെ നാമം ഇന്ന് പകൽക്കാലം മഹത്വമെടുക്കുവാനിടയായി തീരും. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. आज आपके नाम को इस सब के द्वारा महिमा मिल सके, यीशु मसीह के नाम से हम मांगते हैं. आमीन, ആമേൻ, ആമേൻ. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരു പ്രാവശ്യവും കൂടെ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവനാമം ഇന്ന് പകൽക്കാലം മഹത്വമെടുക്കുമാറാകട്ടെ. प्रभु यीशु मसीह के अच्छे धन्य नाम से हम एक और बार आपका अभिनंदन करते हैं. प्रभु आप सबको आशीष से भरे. ഇന്ന് പകൽക്കാലം തിരുവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. आज के इस दिन पवित्र बाइबल से हम एक अध्ययन पढ़ना चाहेंगे. मैं चाहता हूँ आपके सामने कुछ विचारों को रखूं. ഇയ്യോബ് എഴുതിയ ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. हम लोग जो आज मनन करेंगे वो है अय्यूब की पुस्तक, उसका 19वां भाग और उसकी 25 से लेकर 27 तक के वाक्य. Book of Job, chapter 19, verses 25 to 27. अय्यूब 19:25 से लेकर 27 तक. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നു എന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. അവൻ എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. मुझे तो निश्चय है कि मेरा छुड़ाने वाला जीवित है और वह अंत में पृथ्वी पर खड़ा होगा और अपनी खाल के इस प्रकार नष्ट हो जाने के बाद भी मैं शरीर में होकर परमेश्वर का दर्शन पाऊंगा. उसका दर्शन मैं आप अपनी आंखों से अपने लिए करूंगा और कोई दूसरा नहीं, यद्यपि मेरा हृदय अंदर ही अंदर चूर चूर भी हो जाए. Because he live, we live. क्योंकि वह जीवित है, हम भी जीवित हैं. നീ ജീവിക്കുന്നതിനാൽ ഞങ്ങൾ ജീവിക്കുന്നു. आप हमारे प्रभु जीवित है, इसलिए हम भी जीवित हैं. ഇയ്യോബിന്റെ പുസ്തകം ഒരു നിരാശയുടെ പുസ്തകമല്ല. अय्यूब की जो पुस्तक है वो एक निराशा वाली पुस्तक नहीं है. ഇയ്യോബിന്റെ പുസ്തകം വിശ്വാസ വീരന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു പുസ്തകമാണ്. बल्कि अय्यूब की जो पुस्तक है वो विश्वास के जो वीर है उसे उत्पन्न करती है, उन्हें बढ़ाती है. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം നീ ചോദിച്ചിരിക്കാം, ആരാണ് പാസ്റ്ററെ ഇയ്യോബ്? हो सकता है आज आप पूछें कि पादरी साहब ये अय्यूब है कौन? ഇയ്യോബ് ഒരു നല്ല ദൈവഭക്തനായിരുന്നു. अय्यूब जो था बहुत ही एक बड़ा भक्त था परमेश्वर का. വചനം പറയുന്നു ഇയ്യോബ് ഊഷ് ദേശത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. वचन के मुताबिक अय्यूब जो है उस नाम के एक देश का रहने वाला था. 4 ഗുണവിശേഷങ്ങൾ അവനെ കുറിച്ച് അവിടെ പറയുന്നു. और उसके बारे में ऐसे 4 गुण वहां पे दिखाई देते हैं.
അവൻ നേരുള്ളവനാണ്, वह बहुत खरा था, അവൻ നിഷ്കളങ്കനാണ്, सीधा साधा था, അവൻ ദൈവഭക്തനാണ്, परमेश्वर का भय मानने वाला था അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. और बुराई से वो दूर रहता था. ഈ ഇയ്യോബ് മഹാസമ്പന്നനായിരുന്നു. और ये जो अय्यूब है बहुत ही संपन्न व्यक्ति अर्थात बहुत धनवान था. നല്ല ഒരു കുടുംബ ജീവിതം ഇയ്യോബിനുണ്ടായിരുന്നു. उसका पारिवारिक जिंदगी भी बहुत ही खुशहाल था. തനിക്ക് 7 പുത്രന്മാരും 3 പുത്രിമാരും ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. और उसके साथ परिवार में एक पत्नी, 7 बेटे और 3 बेटियां थी. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നതായ ഇയ്യോബിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കാനിടയായി തീർന്നു. और ऐसे खुशहाल जिंदगी जीने वाले एक अय्यूब की जिंदगी में एक अचानक ही बहुत सारा संकट आ गया. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് അവന്റെ കൂടാരത്തിന് നേരെ അടിക്കുകയുണ്ടായി. ऐसे लिखा गया है अय्यूब की पुस्तक पहले अध्याय में कि जिस प्रकार जंगल से आया हो ऐसे ही मरुभूमि एक रेगिस्तान से एक तूफान अचानक उसकी जिंदगी में आया. തികച്ചും പ്രതീക്ഷിക്കാത്ത സമയത്ത് സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ആരും കാണാതെ ഒരു കാറ്റ് തന്റെ കൂടാരത്തിന് നേരെ ആഞ്ഞടിക്കുകയുണ്ടായി. और ऐसे वक्त वो तूफान आया उसके घराने के खिलाफ, जबकि किसी ने अपेक्षा नहीं की थी. सब कुछ अच्छा भला चल रहा था. അവന് ആ കാറ്റ് നിമിത്തമായിട്ട് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി. और उस तूफान की वजह से उसकी जिंदगी में बहुत सारे नष्ट आए. അവൻ ഓമനിച്ചു വളർത്തിയതായ 7 പുത്രന്മാർ 3 പുത്രിമാർ ആ കാറ്റിനാൽ മരിക്കുകയുണ്ടായി. और ऐसा हुआ कि उस तूफान के आने के वजह से उसने जो प्रेम से पाला पोषण किया था वो सारे पुत्र और पुत्रियां उसी में नाश हो गए. തനിക്കുണ്ടായിരുന്ന ആട്, കഴുത, ഒട്ടകം, പെൺകഴുത, കാള ഇതെല്ലാം ആ കാറ്റിനാൽ നശിക്കുകയുണ്ടായി. और ऐसा हुआ उसकी जो भेड़ बकरियां थी, गधे थे, उसके पास ऊंट थे, मादा ऊंट थी और कई गाय बैल भी थे, वो सब के सब नष्ट हो गए. അതൊരു ഭൗതിക നഷ്ടമാണെങ്കിൽ അത് മാത്രമല്ല ഇയ്യോബിനെ ഫേസ് ചെയ്തത്, മറിച്ച് അവന് കഷ്ടത അവന്റെ ജീവിതത്തിൽ വരികയുണ്ടായി. और ये भौतिक रीति से ही नहीं उसके पास कष्ट आया, सिर्फ यहाँ पे रुका नहीं, लेकिन उसके शरीर में भी कई कष्ट आने लगे. അവന്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറയുണ്ടായി. उसकी जो शरीर था सिर से पांव तक एकदम फुंसी पौड़े से भर गया. പുഴുക്കൾ വോംസ് അവന്റെ ശരീരത്തിലൂടെ ഇറങ്ങുകയുണ്ടായി. और ऐसी दशा थी कि उसमें से जो कीड़े मकोड़े निकलते थे. താൻ സ്നേഹിച്ചതായ തന്റെ എല്ലാമായ തന്റെ ഭാര്യ തന്നെ തള്ളിപ്പറയുകയുണ്ടായി. और जिस पत्नी से वो प्रेम करता था उस पत्नी ने भी उसको एकदम इनकार कर दिया, उसे त्याग दिया. തന്റെ ഉറ്റവർക്ക് അവനെ കാണുന്നത് വളരെ വലിയ അറുപ്പായി മാറി. और जब वो अपने दोस्तों से मिला, उसके दोस्त मिलने आए, बहुत ही घनिष्ठ संबंध था, लेकिन वो भी इसकी अवस्था देख के बहुत परेशान हो गए. തന്റെ പ്രാണ സ്നേഹിതന്മാർ തന്നെ വെറുക്കാനിടയായി തീർന്നു. और ऐसा हुआ उसके दोस्त भी उसके खिलाफ कुछ ना कुछ बोलने लग गए. തന്റെ ദാസൻ പോലും ചെവി പൊത്തിക്കളഞ്ഞു. और ऐसा हुआ है कि उसके जो नौकर है उसने भी अपने कानों पे एकदम हाथ लगा दिया. യജമാനന്റെ വാക്കുകൾ എനിക്ക് ഇനി കേൾക്കണ്ട എന്ന് പറഞ്ഞ് തന്റെ ദാസൻ പോലും ചെവിയെ പൊത്തിക്കളഞ്ഞതായ സമയത്ത് ഇയ്യോബ് വളരെ നിരാശനായി മാറിയുണ്ടായി. और ऐसा हुआ है कि उसके जो नौकर है उसने बोला कि ये स्वामी की बातें मैं सुनना नहीं चाहता, और इसीलिए उसने अपने कान भी बंद कर दिए. इतना उससे वो दूर हो गया है. നിങ്ങൾ നോക്കണമേ, ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. आप देख सकते हैं कि मैं यहाँ पे जो एक्सप्लेन कर रहा हूँ एक मनुष्य की जिंदगी है. ഒരിക്കൽ സ്വർണ്ണ കരണ്ടി കൊണ്ട് ആഹാരം കഴിച്ചവർ ഇപ്പോൾ ഓട്ടുപാത്രം കൊണ്ട് വ്രണങ്ങൾ മാന്തുന്ന ഒരു ഇയ്യോബിനെയാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. हम उस अय्यूब के पुस्तक में उस अय्यूब के बारे में पढ़ते हैं जो एक दफा सोने के चम्मच से खाना खाया करता था, लेकिन आज अपने फुंसी को खुजाने के लिए वो एक ठीकरा की सहायता ले रहा है. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പ്രിയ ദൈവമക്കളെ? क्या हमारी जिंदगी में ऐसा कुछ अनुभव कभी आया है?
ഒരു മാസം ലോക്ക്ഡൌൺ വന്നപ്പോൾ, കൊറോണ വൈറസ് വന്നപ്പോൾ, അപ്രതീക്ഷിതമായി നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു വൈറസ് വന്ന് അത് രാജ്യങ്ങളുടെ മേൽ പടർന്നപ്പോൾ, ഇരുളിന്റെ ഒരു വലിയ ശക്തി ദേശങ്ങൾ മേൽ വ്യാപരിച്ചപ്പോൾ നമ്മൾ കണ്ണുതള്ളി നോക്കി നിൽക്കുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? और जब ये कोरोना वायरस हमारे चारों ओर फैल गया, अंधकार छा गया है इस भूमि पे और हर जगह महामारी चल रही है, हम इसको देखकर एकदम चकित हो गए हैं, अचंभव हो गए हैं, देख रहे हैं कि ये हो क्या रहा है। ദൈവമേ, നീ എന്റെ വിഷമം കാണുന്നില്ലയോ? ये प्रभु, क्या आप मेरे इस विषय को देख नहीं रहे? ഒരുപക്ഷെ നീ പറഞ്ഞിരിക്കാൻ, കർത്താവേ, എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും ഇങ്ങനെയാണെങ്കിൽ? हो सकता है आप पूछ रहे हो, परमेश्वर अगर ऐसा चलता रहा तो मैं आगे और कैसे निकलूंगा? ആരെന്നെ സഹായിക്കും? എവിടെ നിന്ന് എനിക്കൊരു സഹായം ഇനി കടന്നു വരും നാളുകളിൽ എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ എന്ന് പകൽക്കാലം? हो सकता है कि आप एकदम भार से दबे हो, इस चिंता से दबे हो कि कौन मेरी सहायता करेगा, अब आगे क्या होने जा रहा है। എങ്ങനെ എനിക്ക് ആ പഴയ നിലവാരത്തിലേക്ക് എന്റെ ജീവിതത്തെ ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ? क्या आप ऐसे एक व्यक्ति हैं जो आज के दिन ये घबराए हुए बैठे हैं कि अब क्या होगा मेरी जिंदगी में, कहाँ से मेरी सहायता होगी, मैं पिछले दिन की खुशियों को वापस कैसे जीतूंगा? ആരും കാണാതെ ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിൽ അമക്കി പിടിച്ചുകൊണ്ട് റൂമിന്റെ അകത്ത് കയറി കഥകടച്ച് കരയുന്ന ഒരു വ്യക്തിയാണോ നീ? क्या आप वो व्यक्ति हैं कि जो बिना किसी के देखे ही कमरे में अपने दरवाजे बंद करके बैठे हो और आंसुओं पे आंसू बहाए जा रहे हो? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല, ഒന്നും തന്നെ കടന്നു വരികയില്ല. आमेन। आज आपको कह दूं कि परमेश्वर की अनुमति के बगैर आपकी जिंदगी में ना कुछ आएगा, ना कोई दोष आपके ऊपर आएगा। അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചോദിച്ചിരിക്കാം, പാസ്റ്ററെ, എന്തുകൊണ്ടാണ് ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്? हो सकता है ഞാനൊരു ഭക്തനല്ലേ, ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ, ഞാനൊരു ഭക്തനല്ലേ, ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയല്ലേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്? हो सकता है आप सोचे और पूछे कि पादरी साहब, फिर मेरी जिंदगी में ऐसे क्यों ये सब कष्ट और संकट आ पड़े हैं? मैं तो एक अच्छा मसीही जिंदगी जीता हूँ, मैं हर काम सही तरीके से करता हूँ, तो क्यों ये कष्ट से गुजर रहा हूँ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഫസ്റ്റ്ലി, ഇൻ ഓർഡർ ടു മേക്ക് us strong in the Lord, കർത്താവിൽ ശക്തിയെ പ്രാപിക്കുവാനാണ് നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടത കടന്നു വരുന്നത്. और वचन के आधार पर मैं आपसे कह दूं कि आपको मसीही जिंदगी में और मजबूत बनाने के लिए कुछ ऐसे कष्ट आए हैं। യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്. ആമേൻ, आमेन। यहाँ पे याकूब की जब पत्री हम पढ़ते हैं, उसका पहला अध्याय 2 से 4 तक जब हम पढ़ते हैं तो लिखा गया है कि मेरे भाइयों, जब तुम नाना प्रकार की परीक्षाओं में पढ़ो तो इसको पूरे आनंद की बात समझो। yes, faith will produce the patient. Hallelujah. क्योंकि जो आपका विश्वास है उसे धीरजता बढ़ेगी। In order to make us strong in the Lord, but also in order to draw closer to the Lord. That is why God want to bring this all pain in your life. He want to bring closer to the Lord. ദൈവത്തോട് നിന്നെ അടുപ്പിക്കുവാനാണ് നിന്റെ ജീവിതത്തിൽ ഈ പരിശോധനകളും പരീക്ഷകളും കഷ്ടതകളും കടന്നു വരുന്നത്. और आपकी जिंदगी में ये जो परीक्षाएं, ये जो कष्ट आए हैं, वो इसलिए आए हैं कि आप परमेश्वर की नजदीकी में और बढ़े और अपने विश्वास में और ज्यादा दृढ़ बने। ഭക്തനായ അയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നപ്പോൾ അവൻ ദൈവത്തെ മറുതലിച്ചു പോയില്ല, അവൻ ദൈവത്തെ മറുതലിച്ചു പറഞ്ഞില്ല, അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, മറിച്ച് അവൻ ദൈവത്തെ കൂടുതൽ അവന്റെ നാഥനെ വീണ്ടെടുപ്പുകാരനുമായി കൂടുതൽ അടുത്തിട്ട് അവൻ പറയുകയാണ്. അയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. നീ എന്നെ കൊന്നു കളഞ്ഞാലും കർത്താവേ, ഞാൻ നിന്നെ മാത്രം കാത്തിരിക്കും. हालेलुया। आयुब की पुस्तक में ऐसा लिखा है कि आयुब जो एक खराब व्यक्ति था, उसके ऊपर भी विपत्तियां आई थी, लेकिन वो अपने विश्वास में इतना मजबूत
मजबूत था। वो 13वां अध्याय के 15वें वाक्य में कहता है कि अगर वो मुझे घात भी करे, मुझे मारे भी, तो भी मैं उसे पकड़ा रहूंगा, क्योंकि अपनी चाल चलन का पक्ष मैं लूंगा। അതുകൊണ്ടാണ് അയ്യോ പറയുന്നത്, ഞാൻ നടക്കേണ്ടുന്ന വഴി നീ എനിക്ക് കാണിച്ചു തരും. इसलिए अय्यूब कहता है कि जिस रास्ते पे मुझे चलना है प्रभु, वो रास्ता आप मुझे Yes. दिखाओगे। എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. और अय्यूब यह भी कहता है कि अगर वो मुझे सोने के समान आग की भट्टी में डाले, तो भी मैं चमक कर बाहर निकलूंगा। അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം കടന്നു പോകുന്ന ഈ കഷ്ടത, ഈ വേദന, ഈ പരിശോധന, ഈ ഹല്ലേലൂയ, ഈ കൊറോണ വൈറസിന്റെ ലോക്ക്ഡൌൺ എല്ലാം നിന്നെ പൊന്നുപോലെ ദൈവം ഹല്ലേലൂയ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പകൽക്കാലം അവന്റെ കൈകളിൽ താനിരിപ്പീൻ. आमेन। इस प्रकार आप विश्वास करें, क्योंकि परमेश्वर ने ये जो कोरोना वायरस और ये जो संसार में फैला हुआ है, ये अवस्था इसलिए आने दिया है ताकि आप अपने विश्वास में और खड़े हो जाए और सोने के समान आग की भट्टी से एकदम चमकता हुआ निकले। ദൈവത്തോട് അടുപ്പിക്കുക മാത്രമല്ല, പരിശോധനകളും പരീക്ഷകളും വരുന്നത് നമ്മളെ തന്നെ താഴ്ത്തുവാനാണ് ദൈവസന്നിധിയിൽ. और केवल यही बात नहीं कि हम अपने विश्वास में खड़े हुए, लेकिन परेशानियां इसलिए भी आती हैं ताकि हम नम्र बन जाएं। 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികമായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ദൈവം എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. और दूसरा कुरिन्थियों उसका 12वां अध्याय 7 से 9 तक अगर आप पढ़े तो प्रेरित पौलुस भी कहते हैं कि मैं अपने विषय में एकदम घमंड ना करूं, इसीलिए कुछ विपत्तियां प्रभु ने मेरे ऊपर आने दी है। ഈ ശൂലം തന്നത് ദൈവമാണെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കൃപ നൽകുവാനും ദൈവത്തിനറിയാം. और आपके शरीर में अगर एक कांटा दिया गया है, आपकी जिंदगी में अगर ये कांटा है, तो इसलिए ताकि आप नम्र बन जाएं। നിന്റെ ജീവിതത്തിൽ ഒരു രോഗം ദൈവമാണ് തന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തെ മാറ്റുവാനും അതിനെ അതിജീവിക്കുവാനും കൃപയെ നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, आमेन। अगर आपकी जिंदगी में कोई रोग भी आ जाए, लेकिन फिर भी उस रोग से एकदम विजयी होकर बाहर निकलने के लिए जो स्वर्ग में बैठे हमारे पिता परमेश्वर हैं, वो आपको जरूर अपना अनुग्रह देंगे। ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ചോദിച്ചിരിക്കും, പാസ്റ്ററെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്? അതിനൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ, നിന്നെ താഴ്ത്തുവാൻ മാത്രമല്ല, മറിച്ച് കടന്നു പോകുന്ന ഈ പാപത്തിൽ നിന്ന് നീ ഹല്ലേലൂയ അകപ്പെട്ടിരിക്കുന്നതായ അധമഭാവത്തിൽ നിന്ന്, നീ അകപ്പെട്ടിരിക്കുന്നതായ ഈ ലോകത്തിന്റെ ചിന്തയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് നിന്നെ നീതിയുടെ പാതയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയും പ്ലാനും ഉണ്ടായതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഈ ശോധനകൾ ദൈവം തന്നിരിക്കുന്നത് എന്നൊന്ന് പകൽക്കാലം നീ മനസ്സിലാക്കണം. और यही बात नहीं, इस आपकी जिंदगी में आज ये जो परीक्षाएं, ये संकट क्यों आए हैं? ताकि आप ये जो सांसारिक चिंताएं हैं, जो पाप की, अगर आपके अंदर कोई ऐसा छुपा हुआ पाप है, वो पाप की जिंदगी हो, ये सब को छोड़ के प्रभु की नजदीकी में और बजाए, प्रभु के और चले, इसलिए ये संकट आए हैं। ഭക്തനായ അയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നപ്പോൾ അവൻ പറയുകയാണ്, മരണം എന്നെ പിടിച്ചാലും മരണം എന്റെ ജീവനെ എടുത്താലും ഞാൻ എന്റെ ദൈവത്തെ തള്ളിപ്പറയില്ല, അവനിൽ മാത്രം എന്റെ ആശ്രയം. और जो भक्त है अय्यूब, जिसके बारे में हमने अभी पढ़ा था, वो ऐसा कहता है कि अगर मेरी जिंदगी को जो मौत है वो भी उठा के ले जाए, अगर मौत मेरी जिंदगी में आ जाए, फिर भी मैं अपने प्रभु को नहीं छोड़ूंगा। ഇന്ന് പകൽക്കാലം കൊറോണ വൈറസ് ഹല്ലേലൂയ നിന്റെ ധനം, നിന്റെ സ്വത്ത്, നിന്റെ ജീവിതത്തിലെ എല്ലാ ആശ്വാസങ്ങളെയും കംഫോർട്ട് സോണിനെയും നിന്റെ എല്ലാ
അല്ലെ ഏരിയകളെയും വന്ന് തൊട്ടാലും ജീവിതത്തിന്റെ ഏടുകളിലും നിന്റെ ജീവിതത്തിന്റെ പല തലങ്ങളിലും നിന്റെ സാമ്പത്തിക തലമോ ഭൗതിക തലങ്ങളിൽ എവിടെ വന്ന് തൊട്ടാലും ഇന്ന് പകൽക്കാലം നീ പറയണം, എന്റെ ദൈവത്തെ ഞാൻ മറുതലിക്കയില്ല, ദൈവത്തോട് ഞാൻ മറുതലിക്കയില്ല, എന്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറയുകയില്ല, എന്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുമെന്നത് പകൽക്കാലം നീ പറയുന്നവനായിരിക്കണം. आमेन। कोरोना के कारण चाहे आप कितने भी विपत्ति में पड़ Amen. जाए, चाहे आपके Yes. भविष्य में कुछ ना नजर आ रहा हो, चाहे परेशानी में पड़ जाए, लेकिन आज आप पूरे विश्वास के साथ कहें कि कोरोना चाहे मेरा कुछ भी नष्ट कर जाए, फिर भी मैं परमेश्वर को नहीं छोड़ूंगा। യോബേ സകലവും നഷ്ടപ്പെട്ടു പോയ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം നീ ചോദിച്ചാൽ ഈ വായിച്ചതായ വേദഭാഗത്തിനുള്ള മറുപടി ഉണ്ട്. अगर आप ऐसा पूछें, हे आयुब, तुम्हारे जिंदगी में इतने कष्ट आए, फिर भी किस प्रकार तुम ऐसे कह सकते हो विश्वास के साथ, तो इस प्रश्न का उत्तर भी इसी वाक्य में है। യോ പറയാണ്, for I know that. आयुब ये 19वें अध्याय में कहता है कि Yes. मैं निश्चय जानता हूँ। അതെനിക്കറിയാം. എന്തറിയാം യോബേ നിനക്ക്? എനിക്കറിയാം ഉയർപ്പിന്റെ ജ്ഞാനത്തെ കുറിച്ച് എനിക്കറിയാം. ഹല്ലേലൂയ. आयुब कहता है कि मुझे निश्चय है। क्या निश्चय है? कि मेरा छुड़ाने वाला जीवित है। I know about my redeemer. मैं अपने छुड़ाने वाले को जानता हूँ। എന്റെ വീണ്ടെടുപ്പുകാരനെ എനിക്കറിയാം. मेरे उद्धारकर्ता को, छुड़ाने वाले को मैं जानता हूँ। അത് എവിടെയെങ്കിലും വായിച്ചു കിട്ടിയതായ അറിവുകളല്ല. वो कहीं पे ऐसी पढ़े लिखी बातें नहीं हैं। അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന. लेकिन मैंने अपनी जिंदगी में उसे अनुभव किया है, इस सत्य को अनुभव किया है कि मेरा छुड़ाने वाला जीवित है। ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് നല്ലതുപോലെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഈ കാണുന്ന താൽക്കാലികമായ കഷ്ടങ്ങളൊന്നും എന്റെ ജീവിതത്തെ തകർക്കുവാൻ കഴിയുകയില്ല. क्योंकि मैं जानता हूँ और मुझे ये निश्चय ज्ञान हुआ है कि मेरा छुड़ाने वाला जीवित है, इसलिए इस जीवन की ये जो तत्कालीन समस्या है, ये सब मुझे हिला नहीं सकती। Why? Because I know my Redeemer, I know my redemption, I know my resurrection, I know my reunion in my life. आमेन। क्यों? क्योंकि मैं जानता हूँ अपने छुड़ाने वाले को, मैं इस जी उठने को जानता हूँ, और मैं उस दिन को भी जानता हूँ जब हम सब लोग जी उठेंगे। ഹല്ലേലൂയ. എനിക്ക് അവനെ അറിയാമെന്ന് മാത്രമല്ല, അവൻ എന്നെ അറിയാം. ഹല്ലേലൂയ. और केवल मैं ही उसे नहीं जानता, लेकिन मेरा छुड़ाने वाला भी मुझे जानता है। അവൻ ഞാൻ കേട്ടറിഞ്ഞതായ എന്റെ ഒരു കേവലം സുഹൃത്തല്ല എന്റെ വീണ്ടെടുപ്പുകാരൻ, മറിച്ച് അവൻ എന്റെ ജീവന്റെ ഉറവിടമാണ്, എന്റെ വിടുതലാണ്, എന്റെ രക്ഷയാണ്, എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്റെ രക്ഷാദായകനാണ്. ഈ വീണ്ടെടുപ്പുകാരനെ എനിക്ക് നല്ലതുപോലെ അറിയാം. और मेरा जो छुड़ाने वाला मेरा उद्धार करता है, मेरा दोस्त भी है, और मेरे साथ चलने वाला भी है, मुझे सुख देने वाला भी है, मेरा प्रभु है। 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, I know that. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. 2 तिमुथियुस उसका पहला अध्याय उसके 12वें वाक्य में प्रेरित पौलुस भी कहते हैं कि मैं उसे जानता हूँ, जिस पर मैंने विश्वास किया है, क्योंकि मुझे അവൻ എന്റെ ഉപനിധി അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. क्योंकि मुझे निश्चय है कि वह मेरी धरोहर की उस दिन तक रखवाली कर सकता है। ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, I know, എനിക്കറിയാം. That is a strong conviction, not an opinion. पौलुस जो यहाँ पे कहते हैं कि मुझे पूरा विश्वास है, ये दृढ़ विश्वास है, सिर्फ एक चिंता नहीं है, एक सोच विचार नहीं है। കേവലമായ അഭിപ്രായങ്ങളല്ല, മറിച്ച് ഉറപ്പാണ്, ഉടയവരെ കുറിച്ചുള്ള ഉറപ്പാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഉടയവനെ കുറിച്ചുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? आमेन। ये जो है एक साधारण सोच विचार नहीं है, लेकिन मन का एक दृढ़ विश्वास है अपने उद्धारकर्ता को जानना। क्या आपके अंदर ये विश्वास है?
Apostle Paul says, I am persuaded. അതിന്റെ അർത്ഥം ഞാൻ പൂർണ്ണമായും സർവസ്വമായി ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. और प्रेरित पौलुस यहाँ पे कहते हैं कि मैंने विश्वास किया है, मुझे दृढ़ता के साथ विश्वास है। इसका मतलब उन्हें मालूम है कि ये उद्धारकर्ता कौन है, बहुत अच्छे से जानते हैं। യോ പറയാൻ I know that. I know what do you know, Job? What do you know? और अय्यूब कहते हैं कि मुझे निश्चय है, मैं जानता हूँ। हे अय्यूब, तुम क्या जानते हो ऐसा? I know my Redeemer. Hallelujah. मैं अपने उद्धारकर्ता को जानता हूँ। ഈ വീണ്ടെടുപ്പുകാരനെ നിനക്കറിയാമോ പ്രിയ ദൈവപൈതലേ? क्या आप इस उद्धारकर्ता को जानते हो? ഈ വീണ്ടെടുപ്പുകാരൻ ഇന്നലകളിൽ ജീവിച്ചിരുന്നു എന്നല്ലയോ പറഞ്ഞത്? ഈ വീണ്ടെടുപ്പുകാരൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ये छुड़ाने वाला कल तक जीवित था ऐसा नहीं है, लेकिन वो आज भी जीवित है, ये है सत्य। അനാദികാലം മുമ്പേ ജീവിച്ചിരിക്കുന്നതായ ഈ വീണ്ടെടുപ്പുകാരൻ, और ये ऐसे छुड़ाने वाले हैं जो आदि के काल से अभी तक जीवित है। ഇന്നും ഇന്നലകളിലും ഇന്നും നാളെയും ജീവിച്ചിരിക്കുന്ന ഈ വീണ്ടെടുപ്പുകാരൻ, और सिर्फ आज ही नहीं बल्कि कल जीवित है, आज भी जीवित है और आने वाले भविष्य में भी जीवित होंगे। നിന്റെ ഏത് വിഷമഘട്ടത്തിലും നിന്നോട് കൂടെ ഇരിക്കുന്ന ഈ വീണ്ടെടുപ്പുകാരൻ, और आपके जिंदगी में चाहे कोई भी समस्या, कोई भी विषय आ जाए, आपके साथ जीवित रहने वाले ये जीवित छुड़ाने वाला है। എബ്രായർക്കെതിരെ ലേഖനം 13-8 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഈ വീണ്ടെടുപ്പുകാരൻ. इब्रानियों की खत 13 उसके 8वें वाक्य में भी लिखा है, यीशु मसीह कल, आज और आने वाले भविष्य में भी एक युगानुग एक सा है। 2000 വർഷം മുമ്പ് ഈ വീണ്ടെടുപ്പുകാരൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. और 2000 साल पहले ये जो उद्धारकर्ता है इस भूमि पर आए थे। പാപത്തിലും അന്ധകാരത്തിലും കിടന്ന നിന്നെ വീണ്ടെടുക്കുവാൻ ഈ വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വരേണ്ടി വന്നു. और ये जो छुड़ाने वाले इसलिए आए ताकि आपको अंधकार में से बाहर निकाला जाए। നീ നാശകരമായ കുഴിയിലായിരുന്നു, കുഴഞ്ഞ ചേറ്റിലായിരുന്നു. You were in a slippery ground. God came down to rescue your life. आप एक फिसलन वाले भूमि पर थे और बहुत ही कीचड़ में फंसे हुए थे, उस दलदल से आपको बाहर निकालने के लिए आए थे। പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ നൽകുവാൻ ഈ വീണ്ടെടുപ്പുകാരൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. और पारंपरिक तौर से भी जिस भी चीजों में आप अटके हुए थे वहां से छुड़ाने के लिए आपको छुड़ाने के लिए आए थे। നിന്റെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് നൽകുവാൻ ഈ വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വന്നു. आपके शरीर में भी एक उद्धार को देने के लिए ये छुड़ाने वाले आए थे। അവന്റെ ക്രൂശ് മരണത്താൽ നിനക്ക് ഈ വീണ്ടെടുപ്പ് സാധ്യമാക്കി മാറി. और उनके जो क्रूस पर जो उनकी मृत्यु हुई उससे संभव हुआ कि ये छुड़ाने वाला जो है आपको छुड़ा सके। ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്ന് ചേർന്നതുപോലെ, ബോവസ് രൂത്തിനെ വീണ്ടെടുത്തതുപോലെ, ഭാഗ്യവശാൽ പ്രിയ ദൈവവൈതലേ, നിനക്കും എനിക്കും ഈ വയലിൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നു. വീണ്ടെടുപ്പ് സാധ്യമായി തീരുവാൻ ഇടയായി തീർന്നത് പുത്രന്റെ കാൽവറിയിലെ രക്തത്തിലൂടെ, രക്തത്തിന്റെ വിലയാണ്, പുണ്യാക രക്തത്തിന്റെ പുണ്യവിലയാണ് ഇന്ന് പകൽക്കാലം നീയും ഞാനും അനുഭവിക്കുന്ന ഈ രക്ഷ എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. और आप लोग ना भूले, जिस प्रकार सौभाग्य से रूत बोअज से मिली और बोअज ने रूत को दान देकर छुड़ा लिया, उसी प्रकार सौभाग्य से आप इस छुटकारा देने वाले से मिले हैं, ताकि क्रूस की मृत्यु के द्वारा अपनी जीवन देकर वो आपको पाप की उस शक्ति से छुड़ा सके। Yes, യോ പറയാണ്, I know that the Redeemer, he is living. അവൻ ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്. और यहाँ पे अय्यूब कहता है कि मैं जानता हूँ कि मेरा छुड़ाने वाला जीवित है। വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ മരിച്ചു മൺമറഞ്ഞ് എന്നേക്കുമായി കല്ലറകൾ ഉറങ്ങുന്ന ഒരു കഥാപുരുഷനല്ല ഈ വീണ്ടെടുപ്പുകാരൻ. മറിച്ച് പാതാളത്തെയും മരണത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്കും എനിക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് ഈ ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ आमेन। और ये जो छुड़ाने वाला है वो मृत्यु को प्राप्त करके एक ऐसे कब्रिस्तान में बंद नहीं पड़ा, लेकिन तीसरे दिन जी उठकर फिर 40 दिन के बाद परमेश्वर पिता के
पास स्वर्ग में Yes. जाकर दाहिने सिंहासन Yes. के बैठा है, ऐसा जीवित छुड़ाने वाला है हमारा। ഈ വീണ്ടെടുപ്പുകാരനാണ് പറഞ്ഞത്, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന. और इसी छुड़ाने वाले ने, इसी उद्धारकर्ता ने कहा है कि संसार के अंत तक मैं तुम्हारे साथ रहूंगा। ഈ വീണ്ടെടുപ്പുകാരനാണ് പറഞ്ഞത്, യോഹന്നാന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാൻ വീണ്ടും മടങ്ങി വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് ചേർത്തുകൊള്ളാമെന്ന അല്ലെങ്കിൽ പ്രത്യാശയുടെ വചനം പറഞ്ഞു ഉറപ്പിച്ചത് ഈ വീണ്ടെടുപ്പുകാരനാ. और यूहन्ना की पुस्तक के 14 अध्याय में भी हम देखते हैं, इसी उद्धारकर्ता ने हमें भी वो आश्वासन दिया है कि तुम घबराओ मत, तुम भयभीत नहीं होना, मैं जा रहा हूँ अपने पिता के परमेश्वर के पास, वहां तुम्हारे लिए भवन तैयार कर रहा हूँ, और मैं फिर दोबारा आऊंगा ताकि तुमको अपने साथ लूं, और अनंत काल तक वहां पे हम सब वास कर सकेंगे। Here the Bible says, I know that the Redeemer liveth, and that he shall stand at the latter days upon the earth. और बाइबल में यहाँ अय्यूब कहता है कि मैं अपने और बाइबल में अय्यूब कहते हैं कि मैं अपने छुड़ाने वाले को जानता हूँ, और वह अंत में पृथ्वी पर खड़ा होगा। ഈ ലോകം എപ്പോഴും നമുക്ക് ദുഃഖവും കഷ്ടതയും മനപ്രയാസവും നിരാശയും അല്ലെങ്കിൽ ഭാരങ്ങളും വേദനകളുമാണ് ഈ ലോകം തരുന്നത്. और ये जो संसार है वो हमेशा कष्ट देगी, हमें निराशा से भरेगी, और ऐसा बोझ हमारे सर पे डालेगी। എന്നാൽ അല്ലെങ്കിൽ യോബ് കണ്ടത്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളത് ഭൗതികമായ നന്മകളോ ഭൗതികമായ സന്തോഷവുമല്ല, മറിച്ച് യോബ് കണ്ടത് ഈ വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ പൊടിമേൽ എണീറ്റ് നിൽക്കുമെന്നും, ആ ശക്തിയാൽ ഞാനും ഒരിക്കലും പൊടിമേൽ എണീറ്റ് നിൽക്കും, ആ ഉയർപ്പിന്റെ ശക്തിയെ ഞാൻ പ്രാപിക്കുമെന്ന് യോബ് ഉറച്ചു വിശ്വസിക്കുകയുണ്ടായി. और ये जो अय्यूब है, उसने लेकिन इन सब संसार के दिए हुए कष्टों को और किसी भी कष्टों को ज्यादा नहीं माना, लेकिन उसकी नजरें उस आशा पर थी, क्योंकि वो जानता था कि जिस प्रकार उसका छुड़ाने वाला जी उठा है, उसी प्रकार वो भी एक दिन जी उठेगा और प्रभु के सामने खड़ा होगा अनंत काल के लिए। നിങ്ങൾ അയ്യോബിനെ ഒന്ന് നോക്കുക, എത്ര കഷ്ടതയാണ് അവന്റെ ജീവിതത്തില്. അവൻ പറയുകയാണ്, എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ കാണും, ഞാൻ തന്നെ അവനെ കാണും. आप लोग देख सकते हैं अय्यूब कितना पीड़ा में था, लेकिन फिर भी वो कहता है कि अपनी खाल के इस प्रकार नष्ट हो जाने के बावजूद भी मैं शरीर में होकर परमेश्वर का दर्शन पाऊंगा। അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. और किसी की आंखें नहीं, बल्कि मेरी ही अपनी आंखें उसे देखेगी। ആരെ കാണുമെന്ന് അയ്യോ പറയുന്നുണ്ട്? യേശുവിനെ കാണും. യഹോവ യേശുവിനെ ഞാൻ കാണും. किसे देखेगा अय्यूब? ये जो कह रहे हैं यहोवा परमेश्वर अपने यीशु मसीह को वो देखेंगे। പ്രിയ ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ കൊറോണ വൈറസിൽ ലോക്ക്ഡൌൺ ആയി ഭവനത്തിലിരുന്ന് വിഷമിക്കുമ്പോൾ നിനക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ കൂരിലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്തും ഞാൻ എന്റെ രക്ഷകനെ കാണും. ഇന്ന് ഞാൻ എന്റെ ജീവൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും ഹല്ലേലൂയ ഞാൻ എന്റെ യേശുവിനെ കാണുമെന്ന് ഇന്ന് പകൽക്കാലം നിനക്ക് പറയുവാൻ കഴിയുമോ? हमारे प्रिय जनों, क्या आज के दिन आप जो कोरोना से परेशान हैं, आपके भविष्य में कुछ नहीं नजर आ रहा और आप कष्ट से भरे हैं, क्या आप ये कह सकते हो कि कोई बात नहीं, क्योंकि मुझे फिर भी विश्वास है, मैं अपने जीवित परमेश्वर को, अपने छुड़ाने वाला को, अपने उद्धारकर्ता को अपने ही आंखों से देखूंगा? ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഇയ്യോബിനെ ദൈവം ചിലതൊക്കെ പഠിപ്പിക്കുക. और ये जो अय्यूब है, जो इतने कष्ट से गुजर रहा है, उसे परमेश्वर कुछ ना कुछ बातें सिखा रहे हैं. അതിന് കാരണം അവൻ ദൈവത്തെ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. क्योंकि यह उसने परमेश्वर को एकदम मजबूती से पकड़ा था. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു.
और अय्यूब की पुस्तक उसके 43वें अध्याय Yes. में भी अय्यूब कहता है Amen. कि हे प्रभु, मैंने सिर्फ तुम्हारे बारे में Amen. सुना था, लेकिन आज अपनी आंखों से मैं तुम्हें देख भी रहा हूँ। യോവേ നിന്റെ കഷ്ടതയിൽ നീ എന്ത് കണ്ടു? हे अय्यूब, तुम्हारे इस कष्ट के दौरान तुमने ऐसा क्या देखा है? എന്റെ കഷ്ടതയിൽ ഞാൻ എന്റെ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. मैंने अपने कष्टों में भी अपने प्रभु को देखा है। എന്റെ കഷ്ടതയിൽ ഞാൻ ദർശനം കണ്ടു. मैंने अपने कष्टों में एक दर्शन देखा है। എന്റെ ഈ കഷ്ടതയിൽ ഞാൻ ദൈവശക്തി അധികമായി പ്രാപിപ്പാൻ കഴിഞ്ഞു. യോബിന്റെ പുസ്തകം 42 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ കഷ്ടതയിൽ ദൈവത്തിന്റെ ശക്തിയെ കൂടുതലായി പ്രാപിപ്പാൻ കഴിഞ്ഞു. और अय्यूब की पुस्तक 42वें अध्याय में उसके 8 से 10 में अगर हम पढ़ेंगे तो वो लिखा गया है, अय्यूब कहता है कि मैंने इस कष्ट के दौरान भी अपने परमेश्वर को देखा है। ഈ കഷ്ടതയിൽ എന്റെ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഇരട്ടിയാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. क्योंकि मैंने इस कष्ट में भी अपने परमेश्वर को पकड़े रहा, इसलिए भौतिक रीति से भी मुझे बहुत आशीषें मिली हैं। ഈ കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് എന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള താഴ്മയും വിനയവും പ്രാപിപ്പാൻ എനിക്ക് ഇടയായി തീർന്നു. और इस कष्ट से गुजरने की वजह से मैं अपने भाइयों और बहनों के लिए प्रार्थना में समय बिताने में और बलपूर्वक आया हूँ। ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കിപ്പോൾ എന്റെ ദൈവത്തെ അനുഭവിച്ച് അധികമായി സ്തുതിക്കുവാൻ കഴിയും. കാര്യം എനിക്ക് എന്തെല്ലാം നഷ്ടമായി പോയോ അതെല്ലാം ദൈവം ഇരട്ടിയായി എന്റെ ജീവിതത്തിൽ ദൈവം മടക്കി തരുവാനിടയായി തീർന്നു. എന്റെ ദുഃഖം ദൈവം സന്തോഷമാക്കി മാറ്റി. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് അധികം സ്തുതിക്കുവാനിടയായി തീരും. और इन कष्टों के गुजरने के वजह से ही मैं अपने परमेश्वर को और अच्छे से जान चुका हूँ, क्योंकि जितना मैंने दुख सहा है उससे भी ज्यादा आज परमेश्वर ने मुझे आशीष दी है। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, मुझे सुनने वाले परमेश्वर के प्रियजनों, ഒരുപക്ഷെ യോബിനെ പോലെ നീയും ഹല്ലേലൂയ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. हो सकता है अय्यूब के समान भी आप इस कष्ट के दौरान से गुजर रहे हों। ഇരുളിന്റെ നാളുകളിലായിരിക്കാം നിന്റെ ജീവിതം നീ കഴിച്ചു കൂട്ടുന്നത്. हो सकता है कि आप बहुत ही अंधकार में ये जिंदगी गुजार रहे हों। സ്വന്തക്കാരോടോ ബന്ധുക്കാരോടോ നിന്റെ ചാർച്ചക്കാരോടോ നിനക്കുള്ളവരോട് പോലും പറയുവാൻ കഴിയാതെ അനേക കാര്യങ്ങൾ നിന്റെ മനസ്സിൽ നീ ഒതുക്കി ഒരു നെടുവീർപ്പ് പോലെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. हो सकता है कि आपके अंदर इतना दुख भरा है, इतना भार है, बोझ है मन में कि आप दूसरों को बता भी नहीं सकते और अकेले ही सहे जा रहे हैं रोज। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യോബിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ദുഃഖം സന്തോഷമായി മാറും. आमेन। इस दिन आज अय्यूब की जिंदगी के आधार पर, वचन के आधार पर कह दूं कि आपका जो दुख है वो एक बहुत बड़ी खुशी में बदल जाएगा। നിന്റെ നിരാശയുടെ നാളുകൾ സന്തോഷത്തിന്റെ നാളുകളായി തീരുവാൻ പോവുകയാണ്. आपके जो निराशा के जो दिन थे वो अब बहुत ही खुशी से भरने वाले दिन हो जाएंगे। ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തോട് അടുത്ത് നമുക്ക് ജീവിക്കാം. ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ദർശനങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തില് ഹല്ലേലൂയ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം ധാരാളമായി എന്നെ സഹായിക്കുമാറാകട്ടെ. और आज के दिन परमेश्वर आपकी सहायता करे ताकि आप उनके साथ और मजबूत संबंध करें और गहरा संबंध हो आपका परमेश्वर के साथ, और परमेश्वर आपको आशीष से भरे और आशा से भरे। ये सब दुआएं करके मैं अपना वचन यहाँ पे आज समाप्त करना चाहूँगी।
लंगर मेरी मुझे बचाता है। जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उड़ाता है। हालेलुया, 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 हालेलुया। सारे जहां में तुझसा कोई नहीं, तुझसे